ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഇന്ന് അറിവില്ലാത്തവരെ ആവശ്യക്കാരന് പറ്റിക്കാൻ എളുപ്പമാണ്. അല്ല, അവരാണ് പറ്റിക്കപ്പെടുന്ന ആൾക്കാർ. അവരാട്ടോ അറിവില്ലാത്തവരും ആവശ്യക്കാരുമാണ് പറ്റിക്കപ്പെടുക. അതായത് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. അതൊന്ന്. പിന്നത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെന്ന് വിചാരിക്കുക, നമുക്കത് ആ സാധനം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ആ ഒരു അവസ്ഥയെ അവർ മുതലെടുക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ നമ്മൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മളവിടെ ആ കാര്യം അവിടെ നിവൃത്തിയാക്കും. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മളാണ് അറിയണത് അത് പറ്റിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് നമ്മളറിയും. അപ്പം എന്താ വെച്ചെങ്കിൽ, അപ്പോൾ അന്നത് ആലോചിക്കണ്ടേന്നൊക്കെ നമ്മൾ അന്നത് ചെയ്തത് അത് പറ്റിച്ചിട്ട് എന്നെ പറ്റിച്ചു നമ്മൾ പറയുമ്പോൾ അപ്പം കേൾക്കണവർ പറയും അത് അന്ന് ആലോചിക്കണ്ടേന്ന് പറയട്ടാ. നമ്മൾക്ക് അന്ന് അത് ആലോചിക്കേണ്ട ഒരവസ്ഥ ആയിരുന്നിരിക്കില്ല. അപ്പോൾ നമുക്കത് ആ ഒരു കാര്യം അവിടെ നടന്നേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറ്റിക്കപ്പെടുക എന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാണ്ട് അതിന് പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ട്. അതൊന്ന്. അതാണ് നമ്മുടെ എന്താ പറയുക, ആവശ്യങ്ങൾ പറ്റിക്കപ്പെടുന്നവരാണ്. അതായത് ആവശ്യക്കാരന് പിന്നെ അറിവില്ലാത്തവരാണ് ആവശ്യക്കാരും അറിവില്ലാത്തവരാണ് പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ. ആദ്യത്തെ ഒരു ആവശ്യക്കാരൻ പറ്റിക്കപ്പെടുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അറിവില്ലാത്തവർ പറ്റിക്കപ്പെടും. അതായത് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ ചെറിയ എമൗണ്ടൊക്കെ ചിലപ്പോൾ പോയിന്ന് വരും. പൈസ തന്നെയായിട്ട് തന്നെ നമ്മളിന്ന് പോയിന്ന് വരും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളിന്ന് പറ്റണത് കേട്ടോ. അങ്ങനെ പിന്നെ അറിഞ്ഞിട്ടും അത് വിശ്വസിക്കണോ വേണ്ടേന്നറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇപ്പം ഇന്നുണ്ടായിട്ടോ. അതാണ് ഇപ്പം ഞാൻ പറയാൻ വരുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഒരു 600 രൂപ ആദ്യം പറഞ്ഞ 600 രൂപ തരുമോ, ഒരു അത്യാവശ്യമുണ്ട്, തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരാൾ അവരെന്തെങ്കിലും അത്ര അത്യാവശ്യമില്ലാണ്ട് ചോദിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നൊരു 600 രൂപ കൊടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു 150 രൂപയും കൂടി വേണമെന്ന് പറഞ്ഞു. എന്നാലിപ്പോൾ ഇവിടുത്തെ ഞാൻ വിചാരിച്ച എൻ്റെ ആവശ്യം നടക്കുള്ളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടപ്പോൾ ഒരു മാന്യനായിട്ടുള്ള ഒരാൾ തരും എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊടുത്ത്. ഇപ്പോഴും തരില്ല എന്ന് ഉറപ്പായിട്ടില്ല, ചിലപ്പോൾ നാളെ പെട്ടെന്ന് തരുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ തന്നില്ല, തിരിച്ച് തരില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു 780 രൂപ ഞാൻ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആളെ വിളിച്ചിട്ടുള്ള ആ കോണ്ടാക്റ്റ് ആൾ ഫോൺ എടുക്കണില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ എന്നെ പറ്റിച്ചതാവാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറ്റിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ അയാളെ തിരിച്ച് തന്നില്ലെങ്കിലും റമദാൻ മാസമാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു തുച്ഛമായ ഒരു തുക ഞാൻ സക്കാത്ത് കൊടുക്കാനായിട്ട് കരുതി വെച്ചതായിരുന്നു. അത് അതായത് എനിക്ക് സക്കാത്തൊന്നും കൊടുക്കാൻ കഴിവുള്ള ഒരാളൊന്നുമില്ല, എനിക്ക് സമ്പത്തും ഇതൊന്നുമുള്ള ആളല്ല. അപ്പം ഞാനതിൻ്റെ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നെയ്യത്താക്കിയ ചെറിയൊരു തുക നെയ്യത്താക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് കുറച്ച് നിർധനരായവർക്ക് പങ്കിട്ടിട്ട് കൊടുക്കാമെന്നുള്ള ഇതിൽ ഉദ്ദേശിച്ച് അങ്ങനെ വെച്ച പൈസയാണ്. പക്ഷേ അത് ആൾ ചോദിച്ചപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിരിച്ച് തരാം, നാളെ മറ്റന്നാൾ തിരിച്ച് തരാമെന്നല്ല, തിരിച്ച് തരാം, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കൊടുത്ത് പിന്നെ അത് ആൾ എന്നെ വിവരമൊന്നുമില്ല കേട്ടോ.
അല്ല പിന്നെ ഫോൺ എടുക്കണില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസി ആയിട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇനിയിപ്പോൾ തന്നെങ്കിൽ ഇപ്പോൾ 27 രാവ് നാളെ കഴിഞ്ഞ് മറ്റന്ന് 27 രാവായി, നമ്മൾ നാളെ മറ്റന്നുകൊണ്ട് കൊടുത്ത് അവസാനിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നാളെ എങ്ങാനും അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലായപ്പോൾ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മറ്റന്ന് ഞാൻ വിചാരിച്ച 2-3 ആൾക്കാർക്ക് അതൊക്കെ കൊടുക്കാൻ പറ്റും. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ അവർ എൻ്റെ സക്കാത്തായിട്ട് അവർ വെച്ചോട്ടെ. അതിന് എനിക്കൊരു പൊരുത്തക്കേടില്ല കേട്ടോ. ചിലപ്പോൾ അവർക്ക് അത്ര അത്യാവശ്യമായിട്ട് ചിലപ്പോൾ പറ്റിക്കൽ ടീമാവും. അങ്ങനെ പലരിടത്തു നിന്നും പറഞ്ഞാൽ 300-400 വാങ്ങിക്കുന്ന ആൾക്കാരാവും ചിലപ്പോൾ. അപ്പോൾ പിന്നെ ഈ 300-200 ഇപ്പോൾ ഒരാൾ ഒരു വിഷയം ഉണ്ടാക്കില്ലല്ലോ. അതൊക്കെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും എനിക്കതുകൊണ്ട് പൊരുത്തക്കേടില്ല. അതിനെ പറ്റിച്ചു പോയിട്ടാന്നുള്ള ആ ഒരു ഇതില്ല. എന്ന് വെച്ചാൽ നല്ലൊരു മാസമായിട്ട് ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച പൈസ തന്നെയാണ്. അപ്പോൾ അയാളെ സംസാരത്തിൽ നിന്ന് ഇപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സക്കാത്ത് എന്നെപ്പോലെ ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ട ഒരവസ്ഥയൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. എന്തോ ഒരു അത്യാവശ്യം വന്നിട്ട് അപ്പം അങ്ങോട്ട് ചോദിച്ചതാണ്. അപ്പോൾ അത് കൊടുക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ തിരിച്ച് തന്നില്ലെങ്കിൽ എൻ്റെ സക്കാത്ത് ഞാൻ കരുതി വെച്ച ആ തുച്ഛമായ പൈസ അത് സക്കാത്തായിട്ട് തന്നെ അയാൾ കരുതിക്കോട്ടെ. അതങ്ങനെയുണ്ട് ഞാൻ കൊടുത്ത്. അപ്പം ഞാനിപ്പോൾ കൊടുക്കാൻ വിചാരിച്ചവർക്ക് അപ്പോൾ കൊടുക്കാൻ പറ്റാതെ. അപ്പം എന്നാലും ഒരു 100 കൊടുക്കാൻ വിചാരിച്ചവർക്ക് ഒരു 50 ബാക്കി എന്തെങ്കിലും ഇതാക്കിയിട്ട് കൊടുക്കണം. അതാണല്ലോ നമ്മുടെ നെയ്യത്ത്, നമ്മളത് ചെയ്യണമല്ലോ. അപ്പം അത് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം. അപ്പോൾ തന്നെ പറ്റിക്കപ്പെടുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതൊരു റമദാൻ മാസം അല്ലാത്ത സമയമാണെങ്കിൽ അത് പറ്റിച്ച് തന്നെ വിചാരിക്കല്ലേ. ആരായാലും അങ്ങനെ അത് പറ്റിച്ചു പോയി എന്ന് തന്നെ വിചാരിക്കാം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് കൊടുത്തതൊന്നല്ല കേട്ടോ. ഞാൻ അങ്ങനെ അറിവില്ലായ്മ കൊണ്ടും പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണ്. എനിക്കറിയായിരുന്നു. ഞാൻ ചോദിച്ച അയാളോട്, എൻ്റെ 600 രൂപ നിങ്ങൾ വാങ്ങിയാൽ എന്നെ പറ്റിച്ചാൽ നിങ്ങളുടെ 6 ലക്ഷം പോയതിന് തുല്യമാവട്ടെ എൻ്റെ 600 രൂപ എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് അയാൾ ചിലപ്പോൾ തിരിച്ച് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നില്ലെങ്കിലും വിഷയമില്ല എന്നാണ് ഞാൻ പറയണത്. പക്ഷേ ഒരു 100 രൂപ 200 രൂപ ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് പറ്റിച്ചിട്ട് പോയാൽ അത് പറ്റിച്ചെന്നൊന്നും ഞാൻ വിചാരിക്കാറില്ല. കാരണം അവർക്ക് അത്ര ഇല്ലാഞ്ഞിട്ടാവും ഓരോ വാങ്ങിയിട്ടുണ്ടാവുക. അത് കൊണ്ടൊക്കെ അവർ നേരത്തെ ഭക്ഷണം കഴിച്ചല്ലോ. കടം കൊടുക്കുന്ന പൈസ അല്ലേ, അതൊരിക്കലും തിരിച്ച് കിട്ടുവെച്ചിട്ട് ഞാൻ കൊടുക്കാറില്ല. തന്നാൽ വാങ്ങും, പക്ഷെ തിരിച്ച് കിട്ടുവെച്ചിട്ട് ഞാൻ കൊടുക്കാറില്ല. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത പൈസ, അർജൻറ്റില്ലാത്ത പൈസ ആണെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുള്ളൂ. എനിക്ക് അത്യാവശ്യമുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ല. കാരണം അത് അവർ കൊണ്ടുപോയി ചിലപ്പോൾ തിരിച്ച് കൊണ്ടുവരണം എന്നില്ല. ചിലപ്പോൾ അത് കൊണ്ടുവരില്ല, തിരിച്ച് നമുക്ക് തരില്ല. അപ്പം നമ്മുടെ അത്യാവശ്യത്തിന് നമ്മൾ വെച്ച കാര്യങ്ങൾ നമുക്ക് നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ അടുത്തില്ല എന്ന് പറയും. അതല്ല, എനിക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ അവർ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരു പൈസ ആണെന്നുണ്ടെങ്കിൽ ഞാനത് കൊടുക്കുകയും ചെയ്യും. കൊണ്ട് തന്നെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ അതവരെടുത്തോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനത്തെ ആളായിട്ട് ഞാൻ. അപ്പം അങ്ങനെ ഇപ്പം ഇന്നിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആവശ്യക്കാരും അറിവില്ലാത്തവരും പറ്റിക്കപ്പെടും. അപ്പോൾ അറിവില്ലാതെ പരിചയമില്ലാത്ത ഒരാൾക്ക് എന്തിനാ പൈസ അയച്ചു കൊടുത്തെന്ന് ഇപ്പോൾ ആരായാലും ചോദിക്കും. ഇപ്പം എന്നോട് തിരിച്ച് ചോദിക്കും, എന്തിനാ അറിവില്ലാത്തവർക്ക് എന്തിനാ പൈസ അയച്ചു കൊടുത്തത്. പക്ഷെ തിരിച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് കടമായിട്ട് ആണ് ഞാൻ കൊടുത്തത്. ഈ നിമിഷം വിചാരിക്കണത് കടമായിട്ടാണ് കൊടുത്തതെന്നാണ്. തന്നില്ലെങ്കിലത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയണത്. അതൊരു എൻ്റെ ഒരു സക്കാത്തായിട്ട് അവർ വെച്ചോട്ടെ. എനിക്കതുകൊണ്ട് പൊരുത്തക്കേടില്ല എന്നിട്ടാണ് ഞാൻ പറയുന്നത്. അവരെന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ അവർ നമ്മളിൽ നിന്ന് വാങ്ങിച്ചതെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ വല്ല ഹോസ്പിറ്റൽ കേസായിട്ടോ അല്ലെങ്കിൽ നോമ്പ് കാലമാണ്, ചിലപ്പോൾ കുട്ടികളെന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞ് അവരുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് ചോദിച്ചതാണോ, കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളിൽ നിന്ന് വാങ്ങുന്നതൊന്നും നമുക്കറിയില്ല. കാരണമൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. തിരിച്ച് തരുമോ എന്നാണ് ചോദിച്ചത്. 600 രൂപ ചോദിച്ചാൽ മതി. അപ്പോൾ കൊടുത്ത് പിന്നെ ഒരു 150 കൂടി തരുമെന്ന് ചോദിച്ചത് തികഞ്ഞില്ല. 150 കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി കൊടുത്ത് അങ്ങനെ 750 കൊടുത്ത്. അവന് അത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത് നല്ല കാര്യത്തിനാണെങ്കിൽ 1000 കൊടുക്കട്ടെ. അപ്പോൾ അത് അങ്ങനെ എടുത്താൽ അവൻ്റെ സക്കാത്ത് പൈസ അങ്ങനെ പോയി എന്നാട്ടാണ് ഞാൻ പറയണത്. അപ്പം ചിലർക്ക് എന്നോട് ഞാൻ അന്നത്തെ വീഡിയോ കണ്ടിട്ട് ചിലർക്ക് അവിടെ അവരുണ്ട് ഇവരുണ്ട് അങ്ങനെ കുറേ മെസ്സേജുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്കൊക്കെ ഉള്ളതിൽ നിന്നുള്ളി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം എന്തായാലും അതങ്ങനെ തന്നെ സക്കാത്തിൻ്റെ പൈസ എന്നുള്ള നിലക്ക് തന്നെ വെച്ചോട്ടെ. അപ്പോൾ ഓക്കെ, എന്നാൽ അതാണ് ഇന്നത്തെ സംസാര വിഷയം.